പശ്ചിമേഷ്യൻ സംഘർഷം 2029 വരെ നീളുമോ? ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലാവധി തീരുന്നത് വരെ സമാധാന ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ സമാധാനത്തിന്റെ വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷകൾക്ക് വീണ്ടും തിരിച്ചടി. അമേരിക്കയുമായുള്ള തർക്കം ഇനി ഉടൻ അവസാനിക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ടെഹ്റാനിൽ നിന്നും പുറത്തുവരുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലം അവസാനിക്കുന്ന 2029 വരെ തന്നെ കാത്തിരിക്കേണ്ടി വന്നാൽ പോലും ഇറാൻ പിന്നോട്ടില്ല എന്ന രീതിയിലുള്ള കടുത്ത സന്ദേശമാണ് ഇവിടെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത. അതായത് ഒരടി ഇനി മുന്നോട്ട് നീങ്ങില്ല എന്നും ഇറാന്റെ അന്തിമ ലക്ഷ്യം ഇതുവരെ നേടിയിട്ടില്ല എന്നും പോരാട്ടത്തിലൂടെ തന്നെ രാജ്യം കൂടുതൽ അനുഭവ സമ്പത്ത് നേടുമെന്നതാണ് ഇപ്പോൾ മുഹമ്മദ് റസ ആകട്ടെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഇടക്കാല സമാധാന ധാരണ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാകട്ടെ, ഇറാനെതിരായ ഉപരോധങ്ങൾ, തുറമുഖ നിയന്ത്രണങ്ങൾ, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുപക്ഷവും പരസ്പര കുറ്റപ്പെടുത്തലുകൾ നടത്തുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നിട്ടും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതോടെയാണ് പശ്ചിമേഷ്യയിൽ ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ഇത് യഥാർത്ഥത്തിൽ അവസാനത്തിലേക്ക് പോകുന്ന യുദ്ധമാണോ, അതോ ട്രംപിന്റെ ഭരണകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പുതിയ ഒരു ശീതയുദ്ധമാണോ എന്നതും ചോദ്യമായി തന്നെ മാറുന്നുണ്ട്. സൈനിക ഏറ്റുമുട്ടലിന് ഇടവേളകൾ വന്നാൽ പോലും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഇവിടെ നാവിക മേഖലകളിലും അമേരിക്ക ഇറാൻ പോരാട്ടം തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ ഇവിടെ ശക്തമാകുന്നത്. അതേസമയം ഹോർമുസ് പ്രതിസന്ധി തുടരുന്നത് ആഗോള എണ്ണ വിപണിക്കും കപ്പൽ ഗതാഗതത്തിനും വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. ലോകത്തിലെ നിർണായകമായ ഊർജ വിതരണ പാതകളിൽ ഒന്നായ ഈ മേഖലയിൽ സംഘർഷം നീണ്ടാൽ അതിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രമായി തന്നെ ഒതുങ്ങില്ല. എണ്ണവില, ആഗോള പണപ്പെരുപ്പം, ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾ, ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി, ഇതെല്ലാം തന്നെ ഈ സംഘർഷത്തിന്റെ അടുത്ത ഘട്ടത്തെ ആശ്രയിച്ചിരിക്കുമെന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇറാന്റെ സന്ദേശം വ്യക്തമാണ്. സമാധാനത്തിന്റെ രീതിയിൽ ടെഹ്റാൻ വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ല എങ്കിൽ പോലും സ്വന്തം വ്യവസ്ഥകൾ അംഗീകരിക്കാതെ തന്നെ അമേരിക്കയുമായി ഒത്തുതീർപ്പിന് തയ്യാറാവില്ല. ഈ ഒരു രീതി ഇത് ട്രംപിന്റെ മുന്നിലുള്ള ഒരു ചോദ്യം മാത്രമാണ്. സമ്മർദ്ദത്തിലൂടെ ഇറാനെ അതായത് ഇത്തരത്തിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാൽ തന്നെ ഇറാനെ ചർച്ചാ മേശപ്പുറത്തേക്ക് കൊണ്ടുവരാനാകുമോ, അതോ ഈ ഒരു ഏറ്റുമുട്ടലാകട്ടെ അദ്ദേഹത്തിന്റെ പ്രസിഡൻസി കാലം അവസാനിക്കുന്ന 2029 വരെ നീളുമോ എന്നതാണ് ചോദ്യമായി തന്നെ ഉയരുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു ചോദ്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ പോലും ഇപ്പോഴും ഇവിടെ US ഇസ്രായേലും ആകട്ടെ മുജ്തബ ഖൊമേനി, ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖൊമേനി എവിടെയെന്ന ചോദ്യങ്ങൾ ഉയർത്തുകയും അദ്ദേഹത്തെ കണ്ടുകിട്ടിയാൽ ആ നിമിഷം തന്നെ വധിക്കുമെന്ന ഒരു ഭീഷണി മുഴക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.